ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇതൊരു സീരീസ് പോലെ ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാക്സിമം ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ധാരാളം വീഡിയോസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ. ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ധാരാളം വീഡിയോകൾ ഈ ചാനലിൽ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 35 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. നമുക്കധികം വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, 1946 ഡിസംബർ 9 നടന്ന ഭരണഘടനാ അസംബ്ലിയുടെ ആദ്യ യോഗത്തിൻ്റെ ഇടക്കാല പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഡോക്ടർ സച്ചിദാനന്ദ് സിൻഹ. രണ്ടാമത്തെ ചോദ്യം, നിയമസഭയുടെ പ്രാഥമിക കടമ എന്താണ്? ഉത്തരം നിയമങ്ങൾ നിർമ്മിക്കൽ. മൂന്നാമത്തെ ചോദ്യം, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ നിർത്തലാക്കിയത്? ഉത്തരം ആർട്ടിക്കിൾ 17. നാലാമത്തെ ചോദ്യം, ഭരണഘടനയിലെ ആർട്ടിക്കിൾ 40 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഗ്രാമപഞ്ചായത്തുകളുടെ സംഘടന. അഞ്ചാമത്തെ ചോദ്യം, സംസാര സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നിവ ഉറപ്പുവരുത്തുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏത്? ഉത്തരം ആർട്ടിക്കിൾ 19. ആറാമത്തെ ചോദ്യം, പൊതു ഓഫീസുകളിൽ പ്രവർത്തിക്കുവാൻ അർഹതയില്ലാത്ത വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? ഉത്തരം ക്വാ വാറന്റോ. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ഭരണഘടന പരിഹാരങ്ങൾക്കായുള്ള അവകാശം. എട്ടാമത്തെ ചോദ്യം, ഭരണഘടനയുടെ അർത്ഥം വിപുലീകരിക്കുവാൻ അധികാരമുള്ളത് ആർക്കാണ്? ഉത്തരം സുപ്രീം കോടതി. ഒൻപതാമത്തെ ചോദ്യം, ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 24. പത്താമത്തെ ചോദ്യം, മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം എപ്പോഴാണ് അംഗീകരിച്ചത്? ഉത്തരം ഡിസംബർ 10, 1948. 11ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ഉത്തരം ആർട്ടിക്കിൾ 341, 342. 12ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ജുഡീഷ്യറി. 13ാമത്തെ ചോദ്യം, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഗവർണർ. 14ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏത്? ഉത്തരം 2005. 15ാമത്തെ ചോദ്യം, പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത വിഭാഗം അധ്യക്ഷൻ ആരാണ്? ഉത്തരം ലോകസഭാ സ്പീക്കർ. 16ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്? ഉത്തരം കാനഡ. 18ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 18 വയസ്സായി കുറച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1989. 19ാമത്തെ ചോദ്യം, സിഖ് വിഭാഗത്തിൽ നിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തിയ ആദ്യത്തെ വ്യക്തി ആരാണ്? ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ്. 20ാമത്തെ ചോദ്യം, മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം 42ാം ഭരണഘടനാ ഭേദഗതി. 21ാമത്തെ ചോദ്യം, ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ പഠിക്കുവാൻ നിയമിച്ച കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ജസ്റ്റിസ് ഫസൽ അലി. 22ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും കടം എടുത്തിട്ടുള്ളതാണ്? ഉത്തരം അയർലൻഡിൻ്റെ ഭരണഘടന. 23ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരംഭിച്ചത് ഏതു വർഷം? ഉത്തരം 1993. 24ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിൾ ആണ്? ഉത്തരം ആർട്ടിക്കിൾ 21A. 26ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വിഭാഗത്തെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം രാഷ്ട്രപതി. 27ാമത്തെ ചോദ്യം, സോഷ്യൽ സെക്യുലർ എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം 42.
28ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 4A എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മൗലിക കർത്തവ്യങ്ങൾ. 29ാമത്തെ ചോദ്യം. ജനകീയ കോടതി എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ലോക് അദാലത്ത്. 30ാമത്തെ ചോദ്യം. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ഉത്തരം സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ. 31ാമത്തെ ചോദ്യം. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഉത്തരം 1992. 32ാമത്തെ ചോദ്യം. രാജ്യത്ത് പൊതു അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ലോകസഭയുടെ കാലാവധി എത്ര നാൾ വരെ നീട്ടാം? ഉത്തരം 1 വർഷം വരെ. 33ാമത്തെ ചോദ്യം. ലോകസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു? ഉത്തരം GV മാവ്ലങ്കാർ. 34ാമത്തെ ചോദ്യം. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഭരണഘടനയുടെ എത്രാം ഭാഗത്താണ് നൽകപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഭാഗം 4. 35ാമത്തെ ചോദ്യം. 2005 വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ നിയമിക്കുന്നതിന് അനുവദിച്ച ഏറ്റവും കുറഞ്ഞ വിവരാവകാശ കമ്മീഷണർമാരുടെ എണ്ണം എത്ര? ഉത്തരം 10. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 35ഓളം വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ക്ലാസ്സുകളൊന്നും മിസ് ചെയ്യാതെ കാണുവാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്